എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തോ പെരുന്നാളൊക്കെ? നമ്മൾ നന്നായിട്ട് ആഘോഷിച്ചു. നമ്മളിവിടെ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് നല്ല പൂരിയുടെയും മുകളായി ചിക്കനും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ പൂരിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഓയിലും പാലും ചേർത്തിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. നേരിയ ചൂടോട് കൂടിയിട്ടുള്ള പാലാണ് ചേർത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പൂരി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുകളായി ചിക്കനിലേക്ക് നല്ലൊരു കോമ്പിനേഷനാണ് പൂരി, ചപ്പാത്തി, ബട്ടൂറ, മടക്ക് ചപ്പാത്തി ഒക്കെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ബ്ലേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 80-85% ഇത് കുക്കായി കിട്ടണം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ സമയം ഞാനൊരു 25 അണ്ടിപ്പരിപ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു തക്കാളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ സമയം എൻ്റെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. സ്റ്റീലിൻ്റെ ഡിഷിൽ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോലെ എന്നൊക്കെയുള്ള പേടി ഉണ്ടാവും. അതൊന്നുമില്ല. സൈഡൊക്കെ ചെറുതായിട്ട് ഈ കളറായി വരുമെങ്കിലും പിന്നെ നമ്മളൊന്നായിട്ട് വഴറ്റിയൊക്കെ എടുക്കുന്ന സമയത്ത് അത് ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കൂടുതൽ ഓയിൽ ഉണ്ടായിരുന്നു, അതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 4 സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ ഇഞ്ചി പേസ്റ്റും. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സ്റ്റീലിൻ്റെ ഡിഷാകുമ്പോൾ ചിലപ്പം പെട്ടെന്ന് അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും കേട്ടോ. നന്നായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നല്ല ചൂടുള്ള വെള്ളം കുറേശ്ശെ നമ്മളിങ്ങനെ ഇതിലേക്ക് തളിച്ച് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് തളിച്ചതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് പൊടികളിലേക്ക്. എന്നിട്ട് കുറേശ്ശെ ചൂടുവെള്ളം തളിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന തക്കാളി ചോപ്പ് ചെയ്തെടുത്താൽ നല്ല പേസ്റ്റാക്കി അടിച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പേസ്റ്റാക്കി അടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി തക്കാളിയുടെ സ്മെല്ലൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം തന്നെ അത് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇതിൽ അരപ്പൊക്കെ ഈ ചിക്കനിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ചോട്ടെ. ഈ സമയം ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പൊന്ന് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അരക്കുന്ന സമയത്ത് എല്ലായിടത്തേക്കും തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂടിയിലൊന്നും അരക്കുന്ന സമയത്ത് ആവില്ല. അതുപോലെ തന്നെ എല്ലായിടത്തേക്കും തെറിച്ച് ആകെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അത് ക്ലിംഗ് റാപ്പ് കളയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതിൻ്റെ അടപ്പ് കണ്ടോ, അതിൻ്റെ അകത്തൊന്നും ആയില്ല. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക്
1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലായിടത്തേക്കും തൈരൊക്കെ ആവുന്ന രൂപത്തിലേക്ക്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1.5 കപ്പ് ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4-5 പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ നിറയെ കസൂരി മേത്തി പൊടിച്ചിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇടുക. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മുഗളായി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് പൂരിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മാവ് നേരത്തെ കുഴച്ച് വെച്ചതായിരുന്നു. അതൊക്കെ ഫ്രൈ ചെയ്ത് ഇനി ഇത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഞാനിവിടെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. പൊതുവേ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ബട്ടർ ചിക്കൻ പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് ഈ മുഗളായി ചിക്കൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.